വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിയോ ഈ പുരുഷൻ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവൻ എത്ര സമ്പത്തുണ്ടെങ്കിലും ശരി, ഇവർക്ക് എത്ര വലിയ സൗന്ദര്യം ഉണ്ടെങ്കിലും ശരി, ഇവളെ എത്ര പുരുഷന്മാരെ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ ഇവർ പുനർവിവാഹം കഴിച്ചാലും ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാകരുത്. എന്നും അവർ ദുഃഖിതരാണ്. എന്നവണ്ണമാണ് വിശ്വസിക്കാതെ ഒരുവൻ സ്നാനമേറ്റാൽ, മാനസാന്തരപ്പെടാതെ ഒരുത്തൻ സ്നാനമേറ്റാൽ അവൻ സ്വർഗത്തിലുമില്ല, ഭൂമിയിലുള്ള സന്തോഷത്തോടെ നഷ്ടപ്പെടുക. അതായത് ഈ പെൺകുട്ടിയോ ഈ പുരുഷനോ കല്യാണം കഴിക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യവും സന്തോഷവും ഉണ്ടായിരുന്നു, അവർക്കൊന്നിനെ പറ്റി ഭാരമില്ല. പക്ഷെ കല്യാണം കഴിച്ചിട്ട് ഡൈവോഴ്സ് ആകുന്നിടത്തോളം ദുരന്തം അവരുടെ ഭൗതിക ജീവിതത്തിൽ ഇല്ലാത്തതുപോലെ സ്നാനമേറ്റിട്ട് മടങ്ങിപ്പോയൊരു മനുഷ്യന് ഈ ഭൂമിയിൽ സന്തോഷമില്ല, വരുമാനിക്കുന്ന ലോകത്തിന് സന്തോഷമില്ല. എന്നാൽ മുമ്പ് നമ്മൾ വായിച്ചതുപോലെ പൗലോസ് എന്തുകൊണ്ട് ഈ കർഷം സഹിച്ചത്? ഈ അത്യന്തികമായ ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് അവൻ നിലനിന്നത്. അപ്പോൾ മാനസാന്തരപ്പെടാതെ ഒരാൾ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. സ്നാനമേക്കുന്നതുകൊണ്ടല്ല പരിശുദ്ധാത്മാവ് കിട്ടുന്നത്, സ്നാനത്തിലാണ്. പക്ഷെ അതിന് മുമ്പ് മാനസാന്തരം ഉണ്ടാകും. ഒരു പെൺകുട്ടി ആ പുരുഷനെ വിവാഹം കഴിക്കുന്നത് അവനോട് സ്നേഹമുണ്ടായിട്ട് വേണം. കാരണം എനിക്കൊരു വിവാഹം കഴിക്കുന്നെങ്കിൽ ഇവൻ മതി. ഞാൻ പണ്ടൊരു ഉപം പറഞ്ഞില്ല, ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പിന്നെ ഒത്തിരി വിവാഹാലോചന വന്നു. ഇവള് നല്ല നീറ്റ് വേണം, എത്ര പുരുഷന്മാർ വന്നാലും ഇവള് പറയും എനിക്ക് വേണ്ട. അപ്പൊ ഇങ്ങനെ ഇത് നിരന്തരം ആൾക്കാർ വരുന്ന ചായ കുടിക്കുന്നു പോകുന്നു. അവസാനം ഒരു പുരുഷൻ, അതായത് ഇവളെ വിവാഹം കഴിച്ച ഭർത്താവ് എന്നോട് ഈ സാക്ഷ്യം പറഞ്ഞു. അവസാനം ഇവൻ വന്നപ്പം അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇന്നത്തെ ചായ കുടി തീർന്നു, അമ്മമാർ പോയി, ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഇവളോട് ആരും ചോദിച്ചില്ല, ഇന്ന് പറഞ്ഞ ചെറുക്കൻ എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടു ആരും ചോദിച്ചില്ല. കാരണം ഇവൾ പറയുന്നത് എന്തായിരിക്കും, എനിക്ക് വേണ്ടെന്ന് പറയത്തുള്ളൂ. അതുകൊണ്ടൊന്നും മിണ്ടില്ല. അവർ ചായ കുടിച്ച് ചെറുക്കനങ്ങ് പോയി. ആരും ഇവളൊന്നും ചോദിച്ചില്ല. ഇവൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അമ്മയെ ചെന്ന് ചോദിച്ചിട്ട് അമ്മേ എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ ഇന്ന് വന്നേ പയ്യനെ എനിക്ക് മതിയെന്ന് പറഞ്ഞു. കാരണം എന്തോ ഒന്ന് അവിടെ ഹൃദയത്തിൽ മുടക്കിപ്പോയി. എന്നിട്ട് അദ്ദേഹം എന്നെ പറഞ്ഞു, ഇന്നവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും, അനേക വർഷങ്ങളെ പെൺപിള്ളാരുടെയൊക്കെ കല്യാണം എന്നിട്ട് പറഞ്ഞു ഇന്നവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രം അവിടെ താഴ്മയോടും വീഞ്ഞത്. കാരണം അവിടെ ഹൃദയം അവനെ സ്നേഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സ്നേഹമില്ലാതെ കല്യാണം കഴിച്ചിട്ട് നമുക്കറിയാമല്ലോ, പണ്ട് ഈ 5 6 ഒക്കെ പെൺപിള്ളാരുള്ള വീട്ടിൽ ദരിദ്രന്മാർ ആരെങ്കിലും ഒരു സമ്പന്നനായിരിക്കുന്ന ഒരു പുരുഷൻ പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞാൽ ഈ അമ്മ ചെന്നിട്ട് ഇവളോട് വേണ്ടി ഇതങ്ങ് സമ്മതിക്കും. മൂത്ത കൊച്ചിനോട് പറയും, അങ്ങനെ സംഭവം കേട്ടിട്ടില്ലേ, ഇതങ്ങ് സമ്മതിക്കും. അപ്പോൾ അവൾ പറയാം, അമ്മ എനിക്കിത് വേണ്ട, ഞാൻ വേറൊരു പുരുഷനെ സ്നേഹിക്കുന്നുണ്ട്. എടി നീ ഇതങ്ങ് സഹിക്കും, നീ നിന്റെ ജീവിതം. കാരണം നമ്മുടെ താഴെ 5 6 പെൺപിള്ളാരില്ലേ, ഇവളുമാരില്ല എന്തിനു ചെയ്യണ്ടേ, ഇവൻ വലിയ സമ്പന്നനാണ്, നമുക്കൊരു വലിയ സാമ്പത്തിക സ്ഥിതി തുറന്നു വരികയല്ലേ, നീ അന്ന് സമ്മതിക്കും. ഇവളെന്താണെന്ന് അറിയാമോ, ഈ ഇളയതുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ ജീവിതം ഹോമിക്കുക. ഇനി 100 വർഷം ഈ ഭർത്താവിനോട് ഇവിടെ ജീവിച്ചാലും ഇവർക്ക് ഈ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഈ ഭർത്താവിൻ്റെ ഇവിടെ സ്നേഹം കിട്ടാത്തതുകൊണ്ട് ഇവരുടെ ജീവിതം നശിച്ചു പോയല്ലോ. ഞാൻ പറഞ്ഞ ഉപമ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മാത്രം സ്നാനം പറ്റാൻ മതി.